അപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ചേട്ടനാണെങ്കിൽ ഒരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടൻ കോൺഗ്രസിലെ മെമ്പർ പോലും അല്ല എന്ന് ഒക്കെ പറഞ്ഞ ഒരു സംഭവം, അങ്ങനെ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കണം തോന്നിയിട്ടില്ല? ഒരിക്കലും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കോൺഗ്രസിൽ കൊണ്ടൊന്നും അവരൊന്നുമല്ല. എൻ്റെ അച്ഛൻ 30-33 വർഷത്തോളം ഒരു കോൺഗ്രസിലെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. എൻ്റെ ചേട്ടൻ ജോലി കിട്ടണവരെ ആയിരുന്നു. റിട്ടയർഡ് ആയപ്പോൾ വീണ്ടും സജീവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു KSUവിൻ്റെ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ സേവാദള്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിയമസഭയിൽ മത്സരിച്ച്, അതും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച്. എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഞാനൊരു ചാനലിലെ നിങ്ങളെപ്പോലൊരു ആങ്കറിനോട് ഞാൻ ചൂടായിരുന്നു. അമ്മ സംഘടനയെ പറ്റി നമുക്കറിയാം, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതും വിളിക്കുന്നതും. നമ്മൾ ഈ പണിയെടുക്കാന്ന് പറഞ്ഞൊരു കാലം കുറയല്ലോ. നമുക്കറിയാം നമ്മളെ എന്താ പറയണത്, പ്രോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കണേന്നൊക്കെ അറിയാം. പക്ഷെ അമ്മ സംഘടന ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. അത് മറന്നുകൊണ്ടാണ് അമ്മേനെ പറ്റി ആ പെൺകുട്ടി എന്നോട് ചോദിച്ചത്. എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചൂടായതിനാണ് പറഞ്ഞത്. ഇവരൊക്കെ അതിനെക്കാട്ടിയും വലുതൊക്കെ പറയുന്നുണ്ട്. ഉള്ള കാര്യം പറഞ്ഞോളൂ. ചീത്തയൊന്നും പറഞ്ഞൊന്നുമില്ല. ചീത്ത പറയും എന്നേ പറഞ്ഞുള്ളൂ. മദ്യപിച്ചിരുന്നു എന്നൊക്കെ ഒന്നുമില്ല. ആ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മദ്യപാനമൊക്കെ അവസാനിപ്പിച്ചതാണ്. മദ്യപിച്ചുകൊണ്ട് ആ പെൺകുട്ടിനോട് പറഞ്ഞൊന്നുമല്ല. വിളിച്ചപ്പോ നമുക്ക് ദേഷ്യം കയറി. എന്താന്ന് വെച്ചാല്, ഇപ്പൊ നെഹ്റു നല്ല കാര്യം ഒരുപാട് ചെയ്തിട്ട് പഴി കേൾക്കുക എന്ന് പറയില്ലേ, അപ്പൊ നമുക്ക് മാനസികമായിട്ടൊരു ദേഷ്യം വരും. അതുകൊണ്ടിട്ടാണ്. അത് ഇപ്പൊ ഞാൻ അമ്മ സംഘടനയല്ല, ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ എക്സിക്യൂട്ടീവ് പോലും അല്ല. ഈ ലാലേട്ടനും ഇന്നസെന്റേട്ടൻ്റെ വിന്നസെന്റനും മമ്മൂക്കയും ഇവരും ഗണേഷ് കുമാറും ഒക്കെ ഇരുന്നപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അമ്മയുടെ മെമ്പർമാർക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും അവരുടെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് വീട്ടിൽ കറക്റ്റായിട്ട് വരും. നമ്മൾ ചോദിക്കുക പോലും വേണ്ട. അതേപോലെ ചെയ്യുന്നൊരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടന കുറച്ച് താഴ്ത്തി കുറച്ച് പേര് വന്നിട്ട് അമ്മ അങ്ങനെയാണ് AMMA എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും. അങ്ങനെ പ്രതികരിച്ചു പോയതാണ്. നമുക്ക് നമ്മുടെ നിലപാടുകൾ ഞാൻ എല്ലായിടത്തും കറക്റ്റായിട്ട് പറയാറുണ്ട്. അത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ആ കൊച്ചിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ലാണ്ട് അതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അത് ചേട്ടൻ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? എന്നെ ബാധിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞപ്പോ വലിയ ഒരു നേതാവാണ്. എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നും ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണെന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക്. ഇപ്പോഴും അത് പറഞ്ഞത് ഓർത്ത് ഇതില്ല? ഒന്നുമില്ല. അമ്മ സംഘടന എന്താ ചെയ്യണെന്നുള്ളത് അമ്മ സംഘടനയുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല, പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അമ്മ സംഘടന ചെയ്യണത് വലിയ കാര്യം തന്നെയാണ്. അതിനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ചേട്ടൻ ബാലുശ്ശേരി മണ്ഡലത്തിലാണല്ലോ മത്സരിച്ചത്. ഇനി എറണാകുളം എവിടെയെങ്കിലും മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ? എനിക്ക് എറണാകുളത്തൊക്കെ അവസരം കിട്ടിയതാണ്. ഇങ്ങനെയോ പോയി ബാലുശ്ശേരിയിൽ ആയിപ്പോയതാണ്. അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 40-45 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കൈകളിൽ അമ്മാനമാടുന്നൊരു മണ്ഡലമാണ്. അവിടെ ചെന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ദുഷ്കരമാണ്. ഒന്ന് വെറുതെ പേടിപ്പിച്ചിട്ട് വന്ന്, അത്രേ ഉള്ളു. അന്ന് പിന്നെ മൊത്തത്തില് ഒരു തരംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. UDF മൊത്തത്തില് അടിപ്പോയ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. കോൺഗ്രസിനെ പറ്റി ചേട്ടൻ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
സമയത്ത് ഗോളിയാകുക എന്ന് പറയില്ലേ, ഗോളിയ. ആ സമയത്ത് ഗോളിയാണ്. ആ ടൈമിന് തല്ലുപിടിക്കരുത്. ആ ടൈമിന് കളിക്കാർ തമ്മിൽ തല്ലുപിടിച്ച് കഴിഞ്ഞാൽ അത് സംഘടനയെ ബാധിക്കും, ആ കൂട്ടായ്മനെ ബാധിക്കും. ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് എപ്പോഴും പ്രശ്നമാണ്. സമയത്ത് ഒരു തല്ലുപിടുത്തം ആരെങ്കിലുമൊക്കെ ഇട്ട് ഈഗോ വർക്കൗട്ട് ചെയ്ത് കൊണ്ടൊന്ന് അങ്ങനെ ഉണ്ടാവും. കോൺഗ്രസ്സിൽ ഇഷ്ടം പോലെ പ്രതിഭാധരായിട്ടുള്ള നേതാക്കളുടെ സംഘടനയാണ്. ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ്. അത്രയും നല്ല നേതാക്കൾ ഉണ്ട്. സമയത്ത് തല്ലുപിടിക്കരുത്. നമ്മൾ ഈ വോട്ടൊക്കെ ചോദിച്ചു ചെല്ലുമ്പോഴേ നിങ്ങളിപ്പോഴും ഭയങ്കര തല്ലുപിടുത്തമുള്ളതെന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് മാറിയാൽ വേറെ കുഴപ്പമൊന്നും കോൺഗ്രസ്സിന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമുക്കിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരായിരിക്കും. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ആ ഒരു സർക്കാർ ഇപ്പം താഴത്തേക്ക് പോകുന്ന പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരനാണ്. ലീഡറാണ് എൻ്റെ ഫേവറേറ്റ് നേതാവ്. ഉമ്മൻചാണ്ടി സാറിന് ഇഷ്ടമായിട്ടല്ല, ഇഷ്ടമാണ്. അതിന് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. എന്ത് സഹായ? ഇലക്ഷനൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും ഒന്നും ഉണ്ടായില്ലല്ലോ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറൊക്കെയാണ് നമ്മളെ സഹായിച്ചതൊക്കെ ചെയ്തത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാറും കെ കരുണാകരൻ ഒക്കെ ഇഷ്ടപ്പെട്ട നേതാക്കളാണ്. അവരെയൊക്കെ ആരാധനയോട് കാണുന്ന ഒരാളാണ് ഞാൻ. അവരോടൊക്കെ ഇപ്പോഴും ആ ആരാധന ഉണ്ട്. കെ മുരളീധരനായാലും രമേശ് ചെന്നിത്തലയായാലും ഇപ്പം യുവതലമുറയിലുള്ള ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, അൻവർ സാദത്ത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഭയങ്കര സൗഹൃദമുള്ള ആൾക്കാരാണ്. എല്ലാവരും സൗഹൃദമുള്ള ആൾക്കാരാണ്. നമ്മൾ പാർട്ടി പരിപാടികളും ഞാൻ ഇലക്ഷൻ നിന്ന ടൈമിനാണ് പിഷാരടി വരുന്നത്. ഞാൻ തട്ടുതട്ടായിട്ട് കോൺഗ്രസ്സിലൊക്കെ വന്നതാണ്. സ്കൂൾ തുടങ്ങി പിഷാരടി അടുത്ത കാലത്ത് വന്നതാണ്. പക്ഷെ പുള്ളി നല്ലോണം കളം പിടിച്ചു. അവനറിയാം പരിപാടികളൊക്കെ. എല്ലാവർക്കും ഇഷ്ടമാണ് അതിനോട്. അതിനോട് പ്രത്യേക താല്പര്യമുണ്ട്. ആ ഒരു താല്പര്യം ചേട്ടനോട് ഇല്ലാത്ത പോലെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എന്നോട് താല്പര്യക്കുറവൊന്നുമില്ലായിരിക്കും. ഞാനും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് കുഴപ്പം? മത്സരിക്കാനും പിടിക്കാനൊക്കെ ഇനിയിപ്പോൾ നിൽക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പതാക പതിപ്പിച്ചായിരുന്നു. അമ്മച്ചി മരിച്ചപ്പോഴും ഒരു കോൺഗ്രസിൻ്റെ പതാക പതിപ്പിച്ചായിരുന്നു. ഞാൻ മരിക്കുമ്പോഴും എനിക്കൊരു കോൺഗ്രസിൻ്റെ പതാക ആരെങ്കിലും കൊണ്ടുവന്നിടും. അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ പറയണ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ നേരത്ത് ഒത്തിരി പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് മുഖവിലക്കെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളു. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല.